സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ആട് 3 കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഡ്രീംസിൽ ഗംഗയിലാണ് വന്നത് ഗൈസ്. 2:30ക്കാണ് ഷോ. ഇപ്പോൾ 2:25 ഞാൻ പെട്ടെന്ന് അകത്ത് കയറിയിട്ട് ടിക്കറ്റ് അണിച്ചിട്ട് വരാം. ഓക്കെ, ഗൈസ് സിനിമ കണ്ടിട്ട് വെളി ഇറങ്ങി ഒരു അടിപൊളി സിനിമ. ഞാൻ വീട്ടിൽ ചെന്ന് റിവ്യൂ ചെയ്യാൻ ബസ്സിൽ കയറാൻ പോകണം. ഓക്കെ, കണ്ടിട്ട് വീട്ടിൽ വന്ന് ഒന്നും പറയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം, ഏകദേശം 1-നേക്കാളും 2-നേക്കാളും കുറച്ചുകൂടെ നല്ല ഇഷ്ടപ്പെട്ട കിട്ടിയ സിനിമ. സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം ഭയങ്കര ഇത്. പിന്നെ ഞാൻ ഒരു കാര്യം അറിഞ്ഞില്ല, ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന്. എല്ലാവരും പറയണമെന്ന് വെച്ചാൽ പോസ്റ്ററിലും കണ്ട പറയുന്നുണ്ട് ഇത് പാർട്ട് 1 ആണ്, ഇനി പാർട്ട് 2 ഉണ്ട്. ഞാൻ അത് അറിഞ്ഞില്ല. അപ്പോൾ അതറിയാതെയാണ് ഞാൻ കാണാൻ പോയത്. അപ്പോൾ അങ്ങനെ കാണാൻ പോയപ്പോഴത്തേക്കും ഇവർ ഒരു ഹൈപ്പിൽ കൊണ്ടുവച്ചിട്ട് സിനിമ അങ്ങ് നിർത്തിക്കളഞ്ഞ അടുത്തൊരു പാട്ടിന് വേണ്ടിയിട്ട്. എനിക്ക് അത് മാത്രം ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇത് നോക്കാം. ഞാൻ ജസ്റ്റ് റിവ്യൂ ഇടുന്നേ ഉള്ളൂ. എന്തായാലും സിനിമ ഞാൻ ഈ വ്ളോഗിൽ ഇപ്പോൾ നാളെ ആയിരിക്കും വരുന്നത്. സിനിമ കാണാൻ ഇന്ന് പോയി, എന്നാലും വ്ളോഗ് നാളെ ആയിരിക്കും വരുന്നത്. അപ്പോഴത്തേക്കും റിവ്യൂ എല്ലാവരും പറഞ്ഞാണ് അടുത്ത പാർട്ട് 2 ഉണ്ട്. അപ്പം അടുത്ത പാർട്ട് 2 ഉള്ളത് കൊണ്ട് ഒരു ഹൈപ്പിനുണ്ട്. ഇപ്പം ഞാൻ ഒരു സ്പോയിലറൊന്നുമല്ല, ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങണമെങ്കിൽ യുദ്ധം തുടങ്ങണം അവിടെ വെച്ച് ഒരു ഹൈപ്പിന് നമ്മൾ ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സ്ഥലത്ത് വെച്ച് അവന്മാരെ നിർത്തിക്കളഞ്ഞു. എനിക്കത് മാത്രത്തിൽ ഒരു ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. ബാക്കിയെല്ലാം വിഷ്വൽസ് ഒക്കെ വേറെ ലെവൽ. ഇവർ ടൈം ലൈൻ ആയാലും നമുക്ക് പിന്നെ കുറച്ച് നേരം എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റിവ്യൂസ് പറയണം. ഞാൻ എൻ്റെ അടുത്ത നാളെ പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈം ലൈൻ മാറ്റി കാണിക്കുമ്പോൾ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ മൾട്ടിവേഴ്സ് മാറില്ല കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് അതുകൊണ്ടാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. എല്ലാം കിഡിലും. സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ഒരു നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ കിഡിലും മ്യൂസിക് കൊണ്ട് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആട് 3 ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്തുള്ളതാണ്. എന്തിനാണ് ഒരു വില്ലത്തീര ഇപ്പോൾ സ്പോയിലറാണെന്ന് പറഞ്ഞുകൂടാ. ഒരു നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഒരു കിഡിലെ റോളുണ്ട്. അവർക്കൊരു കിഡിലെ പാട്ടും കൊടുത്തിട്ടുണ്ട്, ഒരു ഇംഗ്ലീഷ് പാട്ട്. എനിക്ക് തോന്നുന്നു എംബുര സിനിമയിലെ പാട്ട് ചെയ്ത ആളാണ് ചെയ്തത്. കിഡിലും സിനിമൈസ്. അപ്പോൾ സിനിമ കണ്ടൊരു നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതും പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ.